ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പല ആളുകളും പല സാഹചര്യങ്ങളിലായി ഇസ്ലാം സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പല സാഹചര്യങ്ങളിലും ഇസ്ലാം ഉപേക്ഷിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇസ്ലാം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇസ്ലാമിലേക്ക് മടങ്ങി വന്നവരെയും കണ്ടിട്ടുണ്ട്. യുക്തിവാദം ഉപേക്ഷിച്ച് ഇസ്ലാമിലേക്ക് പോയിട്ട് പിന്നീട് ആ ഇസ്ലാമിൽ നിന്നും യുക്തിവാദത്തിലേക്ക് വന്നവരെയും, അങ്ങനെ ഓരോ മനുഷ്യനും അവനവന്റെ അന്നത്തെ ആ പ്രസന്റ് സിറ്റുവേഷനിലെ ബോധവും യുക്തിയും സാഹചര്യവും ചില കുറെ മോട്ടിവേഷൻസ് ഉണ്ടാകുമല്ലോ, താല്പര്യങ്ങൾ, അതൊക്കെ അനുസരിച്ചിട്ട് മതം മാറുകയും മതം വിടുകയും ഒക്കെ ചെയ്യൽ സർവ്വസാധാരണമാണ്. കഴിഞ്ഞ ദിവസമാണ് ഹമാസ് നേതാവിൻ്റെ മകൻ ഹമാസുകാർ ചെയ്യുന്ന ക്രൂരതകൾ കണ്ട് എനിക്ക് ഈ മതം വേണ്ട എന്ന് തീരുമാനിച്ച് ആ മതം ഉപേക്ഷിച്ച് ക്രിസ്ത്യാനിറ്റി ആയത്. ഇന്നിപ്പോൾ നമുക്ക് പരിചയപ്പെടാനുള്ളത് ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വന്നപ്പോൾ ക്രിസ്ത്യൻ മതം ഉപേക്ഷിച്ച് ഇസ്ലാമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ടാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ മതം ഉപേക്ഷിച്ചത്, എന്തിന്റെ പേരിലാണ് ജയിലിൽ പോയത്, അദ്ദേഹം അത് പറയുന്നുണ്ടോ എന്ന് അറിയില്ല, ഞാനത് കേട്ടിട്ടില്ല. അദ്ദേഹത്തിന് ഇസ്ലാമിൽ കാണാൻ കഴിഞ്ഞ ഒരുപാട് നന്മകളുണ്ട്. അദ്ദേഹം അത് പറയട്ടെ. എൻ്റെ പേര് ഉമർ ഹെൻറൻ എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. ഒരു ക്രിസ്തുമത കുടുംബത്തിൽ ജനിച്ച ഞാൻ ഒരു ക്രിസ്തീയ ആചാരപ്രകാരം തന്നെയാണ്, ആ വിശ്വാസപ്രകാരം തന്നെയാണ് ഞാൻ ജീവിച്ചു വന്നത്. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശു അല്ലാതെ ഒരു മോചനത്തിന് മാർഗമില്ലെന്നും യേശുവിലൂടെയാണ് ശാശ്വതമായ സ്വർഗം കരസ്ഥമാക്കുമെന്നും വിശ്വസിച്ച് വന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതും. ഞാൻ അതിനെക്കുറിച്ചാണ് കൂടുതൽ പഠിച്ചതും. കൂടാതെ ഒരു പ്രബോധന രംഗത്ത് തന്നെ ഞാൻ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ്. കൂടുതൽ വായനാശീലം നേരത്തെ എനിക്കുണ്ട്. ആ ഇതിൽ ഒരു സുഹൃത്ത് വഴി നൽകിയ ചില ചെറിയ ബുക്ക് എൻ്റെ കിട്ടിയ ശേഷമാണ് ഞാൻ അതിനെ വേറൊരു മതത്തിനെ കുറിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരു വാഞ്ചന എനിക്കുണ്ടായത്. എനിക്ക് നല്ലൊരു വായനാശീലം ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഒരു മുസ്ലിം സുഹൃത്ത് ചില പുസ്തകങ്ങൾ തന്നു, ഞാൻ പറഞ്ഞല്ലോ. അതിൽ കൂടി ഇസ്ലാമിനെ കുറിച്ച് അറിയാനും പഠിക്കാനും അദ്ദേഹം പറയുണ്ടായി. അത് നല്ലതാണെങ്കിൽ സ്വീകരിക്കാനും മോശമാണെങ്കിൽ അത് തിരസ്കരിക്കാനുള്ള ഒരു ഇത് പുള്ളിയോട് എപ്പോഴും പറയാനുണ്ടായിരുന്നു. വായിച്ചു ഇസ്ലാം എപ്പോഴും മുന്നോട്ട് വെക്കുന്നത് തന്നെയാണ് കേട്ടോ. അത്താവനും, നിങ്ങൾ പരസ്പരം സഹകരിക്കണം. ബിൽ ബിർരി വത്തഖ്വ, നന്മയിലും സൂക്ഷ്മതയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കണം. നിങ്ങൾ സഹകരിക്കരുത് അക്രമങ്ങളിലും അതുപോലെ ദോഷകരമായി ഭവിക്കുന്ന കാര്യങ്ങളിലും നിങ്ങൾ പരസ്പരം സഹകരിച്ചു പോകരുത് എന്ന് ഖുർആനിന്റെ ഒരു കൽപ്പനയാണ്. എനിക്കതിനൊരു പ്രത്യേകതയായിട്ട് എനിക്കതിനൊന്നും തോന്നിയൊന്നുമില്ല. കാരണം വെച്ചാൽ അത് ഞാൻ ഉൾക്കൊണ്ട് വായിച്ചില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ ഒരു മുസ്ലിമിനെ കാണുന്നത് അല്ലെങ്കിൽ ഒരു ഇസ്ലാം മത വിശ്വാസിയെ കാണുന്നത് വളരെ ഒരു അവജ്ഞയോട് കൂടിയാണ്. സാധാരണ പൊതുവെ അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത് എൻ്റെ നാട്ടിലും. അങ്ങനെയുണ്ടോ? മുസ്ലിങ്ങളെ മാത്രം അവജ്ഞയോടുകൂടി കാണുക ഒരു കാരണവുമില്ലാതെ മുസ്ലിങ്ങൾ അവജ്ഞയോടുകൂടി കാണുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ വാതിൽ കൊട്ടി അടയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെന്ത് ശരി, അദ്ദേഹത്തിന്റെ ബോധ്യമല്ലേ അദ്ദേഹം പറയുന്നത്, പറയട്ടെ. കൂടാതെ തന്നെ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ശ്രമിക്കണം എന്നും ഉണ്ടായത് ചില കാരണങ്ങൾ. അതായത് ബൈബിൾ കൂടുതൽ പഠിക്കുന്നതോടും നമുക്കത് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കാരണം യേശു ക്രിസ്തുവിലൂടെയാണല്ലോ മോക്ഷം കരസ്ഥമാക്കുക എന്ന് വിശ്വസിക്കുന്ന ഞാൻ ധാരാളം ആഴ്ന്ന് നമ്മൾ ബൈബിളിലോട്ട് പോകുമ്പോൾ യേശുവിന്റെ വചനം അതിന് നമുക്ക് എതിരായി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ അത് ഒരു അന്വേഷണ വിധേയമാക്കി പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് കൂടുതൽ സത്യം, അതായത് ബൈബിളിലുള്ള ഒരു കാപട്യം, അതായത് നമ്മുടെ വിശ്വാസവും യേശു പറഞ്ഞ വചനങ്ങളും തമ്മിൽ വൈരുദ്ധ്യമായി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ വീണ്ടും വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ധാരാളം ഞാനത് ശരിക്കും ഖുർആൻ പറഞ്ഞ വചനങ്ങളും തമ്മിൽ വൈരുദ്ധ്യം, കൂടുതൽ സത്യം, അതായത് ബൈബിളിലുള്ള ഒരു കാപട്യം, അതായത് നമ്മുടെ വിശ്വാസവും യേശു പറഞ്ഞ വചനങ്ങളും തമ്മിൽ വൈരുദ്ധ്യമായി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ വീണ്ടും വിശുദ്ധ ഖുർആൻ പഠിക്കാൻ. യേശു പറഞ്ഞ വചനങ്ങളും ബൈബിളും തമ്മിൽ ഇദ്ദേഹത്തിന് പരസ്പര വിരുദ്ധമായി തോന്നി എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഖുർആൻ പറഞ്ഞതും നബി പറഞ്ഞതും തമ്മിൽ വൈരുദ്ധ്യം ഞാൻ കാണിച്ചു തന്നാൽ താങ്കൾ അത് സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്ന ഒരു ചെറിയ ചോദ്യം. ഓക്കെ, അപ്പോൾ ധാരാളം ഞാനത് ശരിക്കും ഖുർആനെ കുറിച്ച് മനസ്സിലാക്കി പഠിക്കാൻ ആഗ്രഹിച്ചപ്പോൾ എനിക്കൊരു വിശുദ്ധ ഖുർആന്റെ പരിഭാഷ, മലയാളത്തിലൊരു പരിഭാഷ ഒരു സുഹൃത്ത് നൽകിയിട്ടുണ്ടായി. അത് ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ നോക്കുമെന്നല്ലാതെ ഒരു തുടർച്ചയായത് വായിക്കണം എന്നുള്ള ഒരു ഇതൊന്നും എൻ്റെ മനസ്സൊന്നുമില്ലായിരുന്നു. ഞാൻ സൗദി അറേബ്യയിലേക്ക് ഞാൻ ജോലിക്ക് പോയതിനു ശേഷം
ഒരു ആക്സിഡന്റ് ഞാൻ പെടുകയാണ്. ആക്ച്വലി ഇന്നും എനിക്കറിയില്ല ആ ആക്സിഡന്റ് ഞാനാണോ ചെയ്തത് അതോ വേറെ ആരെങ്കിലും കൂടിയാണോ എന്ന് സത്യം പറഞ്ഞാൽ ഇന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ വാദിഭാഗം ആവശ്യപ്പെട്ട ഒരു തുക എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. ഏകദേശം ഒരു 73,000 സൗദി റിയാൽ, അന്നത്തെ അനുസരിച്ച് ഒരു 10 ലക്ഷം രൂപയോളം ആണ്. ഇത് നടക്കുന്നത് 2002-ലാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. 10 ലക്ഷം രൂപയാണ് അതിന് ആവശ്യപ്പെട്ടപ്പോൾ അത് കൊടുക്കാൻ പറ്റാണ്ടായി ഞാൻ തുറന്ന ജയിലിലേക്ക് അടയ്ക്കപ്പെടുകയും ചെയ്തു. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ലൈബ്രറി എല്ലാ മതങ്ങളുടെയും പുസ്തകങ്ങൾ അവിടെ ധാരാളം ഉണ്ടായിരുന്നു. ഒരു സമയം പോകാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഒരു ആശ്വാസത്തിന്, സാധാരണ എനിക്ക് വായനശീലം ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ധാരാളം പുസ്തകങ്ങൾ അവിടെ ഉള്ള എല്ലാ മതങ്ങളുടെയും, ഹൈന്ദവരുടെയും അതേപോലെ ക്രിസ്ത്യാനികളുടെയും അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെയും ധാരാളം പുസ്തകങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് കൂടുതൽ പഠിക്കാനുള്ള സൗകര്യം ശരിക്കും പറഞ്ഞാൽ ആ ജയിലിൽ വെച്ചാണ് എനിക്ക് കിട്ടിയത്. കാരണം ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങുക, എന്തെങ്കിലും മെഡിസിൻ ഉണ്ടെങ്കിൽ കഴിക്കുക, ദിവസം ഒരു 10 മിനിറ്റ് ടെലിഫോൺ ചെയ്യാനുള്ള സൗകര്യം ഒന്നല്ലാതെ നമ്മളൊരു ജോലിയും കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പം യഥേഷ്ടം നമുക്ക് ഉറക്കം ഒഴിഞ്ഞുള്ള എല്ലാ സമയവും നമുക്ക് യഥേഷ്ടം വായിക്കാനുള്ള ഒരു സാഹചര്യം ആ ജയിലിൽ എനിക്കുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഗഹനമായി വിശുദ്ധ ഖുർആനെ പഠിക്കാൻ തുടങ്ങിയത്. കൂടാതെ തന്നെ പഠിക്കും തോറും കൂടെ ബൈബിൾ എടുത്തു വെച്ചുകൊണ്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ, ഇത്രയും ജീവിതത്തിൽ ഞാൻ വിശ്വസിച്ചു വന്ന ഏകദേശം 95% കാര്യങ്ങളും അതിൽ ഒരു സത്യവുമില്ല എന്ന് പറഞ്ഞാൽ ഈ ബൈബിളിൽ സത്യമില്ലെന്നല്ല, യേശു പഠിപ്പിച്ച, അതായത് യേശു തന്റെ ജനങ്ങളെ പഠിപ്പിച്ച, അതുമായി നമ്മുടെ ക്രിസ്തീയ വിശ്വാസം ഉൾക്കൊണ്ട സമൂഹം അതിൽ ചേരുന്നില്ല, അല്ലെങ്കിൽ അതിലല്ല അവർ വിശ്വസിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കുന്നുണ്ടായി. അതായത് ശരിക്കും പറഞ്ഞാൽ യേശു ഏകദൈവത്തെ ആരാധിക്കാനും യേശുവിന്റെ സന്നിധ, അതായത് ചില സമയങ്ങളിൽ നമ്മൾ ഈ കുരിശുമരണത്തിന്റെ ചില കാരണം കൊടുത്ത് അദ്ദേഹം ചെയ്ത പ്രാർത്ഥനകളും അതേപോലെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എല്ലാം ബൈബിൾ പറയുന്നത് പോലെ യഹോവയുള്ള പിതാവാം ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ക്രിസ്തു അവിടെ പറയാൻ തുടങ്ങുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആരാധിക്കുന്നത് യേശുവിനെയാണ്, അല്ലെങ്കിൽ നമ്മൾ യേശുവിലൂടെയാണ് നമ്മൾ മോക്ഷം കാണാൻ ശ്രമിക്കുന്നത്. എല്ലാ കാര്യങ്ങളും യേശുവിലൂടെയാണ്, എല്ലാം യേശു എന്നുള്ളതാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ആ യേശുവിന്റെ പറഞ്ഞ വചനങ്ങൾ നമ്മൾ ബൈബിളുമായി പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും യേശു പറഞ്ഞ ഒരു കാര്യത്തിലും നമ്മുടെ വിശ്വാസം ഒരു പുലബന്ധം പോലും പുറത്തുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഖുർആനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. പക്ഷെ അങ്ങനെ ഒരു തോന്നൽ എനിക്ക് വരാൻ കാരണം എന്ന് വെച്ചാൽ ധാരാളം പുസ്തകങ്ങൾ നമ്മൾ മനുഷ്യർ എഴുതിയതും അതുപോലെ വേദഗ്രന്ഥമെന്ന് നമ്മൾ പറയപ്പെടുന്നതുമായ ഏതൊരു പുസ്തകം നമ്മൾ വായിക്കുമ്പോഴും അത് അതിൻ്റെതായ ഒരു ലിമിറ്റ് ഉണ്ട് അതിനകത്ത്. പക്ഷേ പരിശുദ്ധ ഖുർആൻ നമ്മൾ വായിക്കുമ്പോൾ അതൊന്നും ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ആരോ ഒരാൾ എന്നോട് നിർദ്ദേശിക്കുകയാണ്, എന്നോട് പറയുകയാണ്. മറ്റുള്ള പുസ്തകങ്ങളിലെല്ലാം ഒരാളെക്കുറിച്ച് ആ ആളുടെ പേര് ചേർത്തി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നല്ലാതെ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഏതൊരു വചനം എടുത്ത് പരിശോധിച്ചാലും ശരി, അത് നമ്മളൊരു താക്കീതുകാരനായും ഒരു സന്തോഷം നൽകുന്നതായും അതേപോലെ പരലോക ചിന്തയിൽ വരുന്ന ഓരോ കാര്യങ്ങളും എടുത്തു പറയുന്ന ഒരു ശക്തി എന്നോട് സംസാരിക്കും എന്ന രീതിയിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളതും. അങ്ങനെയാണ് എനിക്കത് മനസ്സിലാക്കാൻ കൂടുതൽ ശ്രമിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അതിലോട്ട് ഞാൻ തിരിഞ്ഞത്. പരിശുദ്ധ ഖുർആൻ ഞാൻ വായന തുടങ്ങി. ഏകദേശം മലയാള പരിഭാഷ ഞാൻ ഒരു 3 വർഷം കൊണ്ട് ഒരു 3 വട്ടം ഞാനത് പൂർത്തീകരിച്ചു. എന്നെ തന്നെ ഞാൻ പരിശോധിച്ചു. അങ്ങനെ ജയിലിൽ നിന്ന് ഞാൻ ഇറങ്ങാൻ ഉള്ള സമയം എൻ്റെ വിധി കഴിഞ്ഞു, എൻ്റെ തീർപ്പ് കൽപ്പിച്ചു. ഞാൻ പുറത്തു വരുന്ന സമയത്ത് ഈ സത്യത്തെ ഞാൻ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പുറത്തു വരുന്നത്. എങ്കിലും ധാരാളം ആളുകളുമായിട്ടുള്ള ഈ ഇടക്കാലത്ത് നമ്മളോട് ഡിസ്കഷൻ നടത്തുകയാണ്, ഇതെങ്ങനെ എന്നുള്ള കാര്യം. കൂടാതെ എന്തൊക്കെ ആയിട്ടും ഇത് ആര് വഴിയാണോ ഈ ഭൂമി ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടത്, അതായത് അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയാണല്ലോ ഇത് വന്നത്. എങ്കിലും മുഹമ്മദ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു അലർജിയായിരുന്നു. കാരണം അദ്ദേഹം സ്ത്രീലംബടനാണെന്നും മന്ത്രവാദിയാണെന്നും രക്തകൊതിയനാണെന്നും വാളുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് മനുഷ്യരെ ക്ഷണിച്ചതെന്നും കൂടാതെ ധാരാളം ഭാര്യമാരെയും എന്താ പറയുക കാണുന്ന പെണ്ണുങ്ങളെയും കൂട്ടി വയ്ക്കുന്ന ഒരാളുമായിട്ട് നമ്മളെങ്ങനെ ഉൾപ്പെടും ഞങ്ങളെ പഠിപ്പിക്കപ്പെട്ടുള്ളൂ. ഞാൻ അറിഞ്ഞിട്ടുള്ളതും അങ്ങനെയായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാഹ് ചില യഥാർത്ഥ പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ ജീവചരിത്രം എനിക്ക് കിട്ടിയപ്പോഴാണ് ഒരു മാനവരിൽ മഹോന്നതനെന്ന് അദ്ദേഹത്തെ പറയാറുണ്ട്, അതിനും അപ്പുറമാണ് അദ്ദേഹമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഏകദേശം ഒരു 4.5 കൊല്ലത്തോളം മുഹമ്മദ് എന്ന വ്യക്തി പ്രവാചകനാണ്, അത് അതിനുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പിന്നീട് ഒരു 4.5 കൊല്ലത്തോളം ഞാൻ ഉപയോഗിച്ചത്. ഏകദേശം ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പഠിക്കാൻ വേണ്ടി ഞാൻ ചെലവഴിച്ച സമയം 7.5 കൊല്ലത്തിൽ കൂടുതലായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യമായി എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു കാര്യം അദ്ദേഹം നിരക്ഷരനായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് പരിശുദ്ധ ഖുർആൻ തന്ന വ്യക്തി എന്നോട് പറയുകയുണ്ടായി, നിങ്ങളിത് വായിച്ചു നോക്കുക, എന്നെങ്കിലും അല്ലെങ്കിൽ ഇത് അവതരിപ്പിക്കുന്ന സമയത്തെങ്കിലും ഇതിന് ഒരു യുക്തിസംബന്ധമായ ഒരു കാര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരസ്കരിക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വ്യക്തി നിരക്ഷരനായിരുന്നു, അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം എന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ടായി. അപ്പൊ ഞാൻ പല വഴിയിൽ കൂടി ഞാൻ ചിന്തിച്ചു നോക്കി, പല രീതിയിൽ കൂടി ഞാൻ ചിന്തിച്ചു നോക്കി.
എന്താണ് കാര്യം? എവിടെയെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിച്ച് ഇതെത്തുന്ന ബോധ്യമാണ്. ഞാൻ പണ്ഡിതനൊന്നുമല്ല, ഞാൻ സാധാരണ ഒരു മനുഷ്യൻ മാത്രമാണ്. എൻ്റെ വായനയിൽ മനസ്സിലാക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് ബോധ്യപ്പെടുത്തുന്നത്. ആ പുസ്തകം നമ്മോട് പറയുന്ന ഓരോ കാര്യങ്ങളും ഈ നിരക്ഷരനായ ഈ മുഹമ്മദ് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൽ കൂടിയാണല്ലോ ഇവിടെ വന്നിട്ടുള്ളതെന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതമായി പോയി എനിക്ക് പിന്നീട്. ഇദ്ദേഹം പറഞ്ഞത് മുഹമ്മദ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് മുമ്പ് അലർജി ആയിരുന്നു എന്നാണ്. ഒരു യുദ്ധക്കുതിയനും മന്ത്രവാദിയും സ്ത്രീലമ്പടനും ഒക്കെ ആയിരുന്നു മുഹമ്മദ് എന്നാണ് ഇദ്ദേഹത്തെ പഠിപ്പിക്കപ്പെട്ടത്. ഇപ്പോൾ അതൊന്നും അല്ല മുഹമ്മദ് എന്ന് താങ്കൾക്ക് മനസ്സിലായത് ഏത് ഗ്രന്ഥം വച്ചിട്ടാണ്? ഏതെങ്കിലും ഒരു ഗ്രന്ഥം വച്ചിട്ടായിരിക്കുമല്ലോ താങ്കൾക്ക് ശരി ഇന്ന വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാനവരിൽ മഹോന്നതനാണ് പ്രവാചകനെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാ കാലഘട്ടത്തിനും മാതൃകാപരമായ പ്രവൃത്തിയാണ് ഈ പ്രവാചകൻ ചെയ്തത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പ്രവാചകൻ ഒരു മന്ത്രവാദിയല്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ അത് പറഞ്ഞത്? പ്രവാചകൻ അനേകായിരം പെണ്ണ് കെട്ടിയ ഒരു സ്ത്രീലമ്പടനായിരുന്നില്ല. ഏത് ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ അത് മനസ്സിലാക്കിയത്? പ്രവാചകൻ ഒരു യുദ്ധക്കൊതിയനല്ല. ഏത് ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഇത് മനസ്സിലാക്കിയത് എന്നൊന്ന് പറഞ്ഞാൽ ഞങ്ങളും ഈ തർക്കം അങ്ങ് അവസാനിപ്പിക്കുമല്ലോ. നമുക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ഒരു അവസരവുമാകുമല്ലോ. താങ്കൾ ഈ മനസ്സിലാക്കിയതെല്ലാമാണ് പ്രവാചകൻ എന്ന് തന്നെ ധരിച്ചിരിക്കുന്ന ഞാനടക്കം വലിയ ഒരു കമ്മ്യൂണിറ്റി ഇവിടെയുണ്ട്. അവർക്ക് കൂടി ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ എന്ത് രസകരമായിരിക്കും. എല്ലാവർക്കും ഇസ്ലാം അനുസരിച്ചിട്ട് അങ്ങ് മുന്നോട്ട് പോകാമല്ലോ. പിന്നെ റോഡിൽ നിന്ന് മുസല്ല വിരിച്ച് നമസ്കരിച്ചാലും ആരും പ്രശ്നം ഉണ്ടാക്കുന്നില്ല. മൈക്ക് വെച്ചിട്ട് 5 എന്നുള്ളത് വേണമെങ്കിൽ 10 തവണ നമുക്ക് ബാങ്ക് വിളിക്കാം, ഒരു പ്രശ്നവുമില്ല. പിന്നീട് ലവ് ജിഹാദിന്റെ വിഷയം വരുന്നില്ല, മതമാറ്റത്തിന്റെ വിഷയം വരുന്നില്ല, നാർക്കോട്ടിക് ജിഹാദിന്റെ വിഷയം വരുന്നില്ല, കാഫറിന്റെ വിഷയം വരുന്നില്ല, വഖഫ് വിഷയം വരുന്നില്ല, പിന്നെ ഭേദഗതി നിയമം വരുന്നില്ല, നരേന്ദ്രമോദിയുടെ ഭരണം, ഇതൊന്നും ഒരു വിഷയമേ വരുന്നില്ല. രസകരമായിട്ട് സൗഹൃദമായിട്ട് നമുക്ക് മുന്നോട്ട് പോയിക്കൂടെ? ഏത് ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ, ഏത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾ മനസ്സിലാക്കിയതൊക്കെ തെറ്റാണ് എന്ന് താങ്കൾക്ക് മനസ്സിലായി? അതൊന്ന് പറഞ്ഞു തന്നാൽ വളരെ സന്തോഷം. നന്ദി.